വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നു. മൂവിംഗ് ചാർട്ട്സ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഫുൾ കോൺസെപ്റ്റും അതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു അല്ലേ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ സമയക്കുറവ് മൂലം വർക്ക്ഔട്ട് ചെയ്തില്ലായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മെയിൻലി ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ലൈവ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലൈവ് കാണണം. അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ക്വസ്റ്റ്യനോട് കിടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 2024 CBSE ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സ്ട്രേറ്റ് കണ്ടക്ടർ ഓഫ് ലെങ്ത് L carrying current I in an external magnetic field B. ഒന്നുമില്ല, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്നലെ അതിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ. അവിടെ ആ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിലൊരു ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ കണ്ടക്ടറിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്, അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. അതേപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആംഗിൾ ആണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ. ഓക്കെ അല്ലേടാ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം കറണ്ട് എന്ന് പറയുമ്പോൾ മൂവിങ് ചാർജ് ആണ്. ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ആക്ട് ചെയ്യൂടാ, അതിനൊരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ്. ആ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, F is equal to QVB sin θ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. F is equal to QVB sin θ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, V എന്ന് പറയുന്നത് ആ ചാർജിന്റെ വെലോസിറ്റി ആണ്. ഈ ചാർജ് ഇതിലേക്കൂടാണ് മൂവ് ചെയ്യുന്നത്, ഒരു കണ്ടക്ടറിനകത്തൂടാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഓക്കെ, VD എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കും ചാർജിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, I is equal to NAVE അല്ലെ. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന റിലേഷൻ കറണ്ട് വെലോസിറ്റി പഠിക്കുന്നതാണ്. I is equal to NAVE എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം. ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി is equal to I divided by NAE എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ Q എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജ് ആണ്. ഈ ഒരു കണ്ടക്ടറിന്റെ ഏരിയ എയും അതേപോലെ തന്നെ ലെങ്ത് എല്ലും ആണെങ്കിൽ ഇതിനകത്തുള്ള ടോട്ടൽ ചാർജ് N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ ഇതിനകത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം V ഇൻറ്റു എന്തായിരിക്കും, N ആയിരിക്കും. V എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, ടോട്ടൽ ചാർജ് V N ഇൻറ്റു E ആണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, E ആണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ടോട്ടൽ ചാർജ് എഴുതാം. Q is equal to N ഇൻറ്റു എന്താണ്, E ആണ്. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഈ കണ്ടക്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് N എന്ന് പറയുന്നത് N ഇൻറ്റു V ആണ്. എന്താണ് സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് N ഇൻറ്റു എന്തായിരിക്കും, V ആയിരിക്കും. ഇൻറ്റു എന്ത് കൊടുക്കാം, നമുക്ക് E എന്ന് കൊടുക്കാം. ദെൻ Q is equal to വോളിയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം A ഇൻറ്റു L ആണ് അല്ലേ. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്, ഇൻറ്റു E. ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒന്നാമത്തെ ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, ആൻസർ ആയി. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും നോക്കാം. F is equal to Qവിന് പകരം നമുക്ക് നാളെ NALE ഇൻറ്റു അതേപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് പകരം I ഡിവൈഡഡ് ബൈ NA ഇൻറ്റു E. I ഡിവൈഡഡ് ബൈ NA ഇൻറ്റു എന്താണ്, E. പിന്നെ ഒരു B ഉണ്ട്, പിന്നെ ഒരു സൈൻ തീറ്റ ഉണ്ട്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് കളയാം. NAEനെയും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇക്വേഷനായി F is equal to എന്താ മക്കളെ, ILB സൈൻ തീറ്റ എന്നായി. ILB സൈൻ തീറ്റ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, F is equal to I ഇൻറ്റു L ക്രോസ് B എന്ന് എഴുതാം. ഈ ഡെറിവേഷൻ നമ്മൾ ഇന്നലെ പഠിപ്പിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അത് പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ആ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. F is equal to IL ക്രോസ് B ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. It is valid when the conductor in zigzag form. കണ്ടക്ടർ സിക്സാക് ഫോമിലാണെങ്കിൽ ഈ ഇക്വേഷൻ വാലിഡ് ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടക്ടർ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു സിക്സാക് ഫോമിലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. കണ്ടക്ടർ സ്ട്രെയിറ്റ് അല്ല എങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിരിക്കുന്ന. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടക്ടർ ഇപ്പൊ സ്ട്രെയിറ്റ് അല്ല, കണ്ടക്ടർ ഇപ്പൊ ഈ ഒരു ഷേപ്പിലാണ് കണ്ടക്ടർ ഇരിക്കുന്നതെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ലെങ്തിനെയാണ് ഇതിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ രണ്ട് എൻഡുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കും മക്കളെ.
ഈ ഒരു കണ്ടക്ടറിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? I ആണ് അല്ലെ. ഞാൻ ഈ കണ്ടക്ടറിനെ ചെറിയ ചെറിയ സ്മോൾ പോർഷൻ ആക്കി മാറ്റുന്നു. ചെറിയ ചെറിയ സ്മോൾ പോർഷൻ ആക്കി ഞാൻ മാറ്റുകയാണ്. ഓക്കെ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് DL എന്നാണ്. DL. അപ്പൊ നമുക്കറിയാം DL × I എന്ന് പറയുന്നത്, നമുക്ക് DL എന്ന് പറഞ്ഞൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ലെങ്തിനെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ DL × I എന്ന് പറയുന്നത് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇതും അടുത്ത DL × I ആണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതും ഒരു കറന്റ് ക്യാരിങ് എലമെന്റ് ആണ്. DL × I. അപ്പൊ ഈ സാധനം എന്താണ് മക്കളെ? ഇതാണ് നമ്മുടെ DL × I എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, കുറെ വെക്ടറുകളെ ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലേ. കുറെ വെക്ടറുകളെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറെ വെക്ടറുകൾ ഉണ്ടല്ലേ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഇക്വേഷൻ എന്താണ് പറയുന്നത്? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് F is equal to എന്താണ്? F is equal to ILB sin theta. IL cross B അല്ലെങ്കിൽ ILB എന്താണ് മക്കളെ? ILB sin theta ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ILB sin theta. ഓക്കെ, ബി എന്ന് പറയുന്നത് ഇവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ I × L ആണ് സംശയം. കാരണം I × L നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? കാരണം നമ്മൾ കുറെ പോർഷൻ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇത് എടുക്കാൻ നേരത്ത് ഇതിനെ എങ്ങനെ എടുക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആക്കി പറയാം. F is equal to നമ്മൾ സമ്മേഷൻ എടുക്കും. സമ്മേഷൻ I × എന്താണ് മക്കളെ? DL എന്നെടുക്കാം, അല്ലെങ്കിൽ I × ഡെൽറ്റ L എന്നെടുക്കാം. സമ്മേഷൻ ആയതുകൊണ്ട് I × എന്താണ്? ഡെൽറ്റ L എന്ന് പറഞ്ഞ ഈ ചെറിയൊരു പോർഷൻ ആണ്. നമുക്ക് DL മാറ്റിയിട്ട് അവിടെ എന്തൊക്കാം? ഡെൽറ്റ L എന്നാക്കാം. ഡെൽറ്റ L. ഓക്കെ, സമ്മേഷൻ ഓഫ് I ഡെൽറ്റ L. പിന്നെ എന്താ ഉള്ളത്? B sin theta എന്ന് എഴുതാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇത് വെക്ടർ ആയതുകൊണ്ട് നമുക്കിവിടെ ക്രോസ് എന്തെഴുതാം? നമുക്ക് B എന്ന് എഴുതാം. റെഡി അല്ലേ? ഇതിന് ഇങ്ങനെ എഴുതിയ കുഴപ്പമുണ്ടോ? കണ്ടാ, ഇതിനെല്ലാം. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ വെക്ടർ സം നമുക്കറിയാം. പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. പറയുന്നത് എന്താണ്? ഇത് ഓരോ വെക്ടറും ഒരു പോളിഗന്റെ അഡ്ജസന്റ് സൈഡ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ പോളിഗൺ എടുത്തു, ഇങ്ങനെ. ഓക്കെ, അപ്പം ഇത്രയും വെക്ടർ ഈ പോളിഗന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് എടുക്കുക. സെയിം മോഡൽ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ പോളിഗന്റെ എന്തായിരിക്കും മക്കളെ? ഈ പോളിഗന്റെ എന്താണ്? ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ എന്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക, ആ പോളിഗനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അവിടുത്തെ എന്ന് പറഞ്ഞ എഫക്റ്റീവ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കട, ഇത് കുറെ പോളിഗൺ ആണ്, പോളിഗന്റെ അഡ്ജസന്റ് സൈഡ്സ് ആണ് എങ്കിൽ ഇതിന്റെ വെക്ടർ സം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ദ വെക്ടർ സം. ഇതാണ് അവിടുത്തെ വെക്ടർ സം. എഫക്റ്റീവ് ലെങ്ത് ഇതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം മക്കളെ? ഈ ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ പറയാം. F is equal to സമ്മേഷൻ അല്ലെ. ഇതിന്റെ സമ്മേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് സിംപ്ലി നമുക്ക് പറയാം I × എന്തായിരിക്കും മക്കളെ? I × L ക്രോസ് എന്തായിരിക്കും? B ആണ്. കാരണം ഇതിന്റെ വെക്ടർ സം എന്ന് പറയുന്നത് I × L ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ Lന്റെ വെക്ടർ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? L ആയിരിക്കും. ഈ രീതിയിൽ നമുക്കിത് പറയാൻ സാധിക്കും. അത് വളരെ വിശദമായി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് എഴുതി വെച്ചിരിക്കും. ഓക്കെ അല്ലേടാ? റെഡി അല്ലേ? യെസ്. സിഗ്മ I × DL ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല. DL അല്ലെങ്കിൽ ഡെൽറ്റ L എന്ത് വിളിച്ചാലും വിഷയമില്ല. റെഡി അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പോയിന്റും ഈ ഒരു പടവും കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. പടം വരച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. റെഡി അല്ലേടാ? നമ്മുടെ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. 3 × 10⁻⁵ ടെസ്ലയാണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് ഫ്രോം ജിയോഗ്രഫിക്കൽ സൗത്ത്. ഇത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ്. നമുക്കറിയാം സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു വലിയ സ്ട്രേറ്റ് കണ്ടക്ടർ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്തൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ്. അതിനകത്തൂടെ പോകുന്ന കറണ്ട്. വാട്ട് ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്? കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വയറിനെ നമ്മൾ ഹൊറിസോണ്ടൽ ഒരു ടേബിളിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ വയറിനെ നമ്മൾ ഒരു ടേബിളിന്റെ പുറത്ത് വെച്ചിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. എങ്ങോട്ടേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് എന്ത് ചെയ്യാണ്? കറണ്ട് പാസ് ചെയ്യുകയാണ്. അപ്പോഴുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തും അതേപോലെ തന്നെ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നമ്മുടെ എന്തായിരിക്കും? വെസ്റ്റ്. ഇതെന്താണ്? ഈസ്റ്റ് ആണ്. ഇനി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? സൗത്ത് ടു അല്ലെ. എവിടുന്നാണ്? ജോഗ്രഫിക്കൽ സൗത്ത് ടു ജോഗ്രഫിക്കൽ നോർത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ ജോഗ്രഫിക്കൽ സൗത്തും ജോഗ്രഫിക്കൽ നോർത്തും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ നോർത്ത്, ഇതാണ് നമ്മുടെ സൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. സംശയം ഉണ്ടോടാ? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ ലെങ്ത്, ഇതാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ,
കറണ്ട് ക്യാരിങ് കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വരച്ചിരിക്കുകയാണ്. ഇനി വളരെ സിമ്പിൾ ആണ് ഇവിടുത്തെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കുക. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യൂ വി അല്ലെ, ILB സൈൻ തീറ്റ ആണ്, ILB സൈൻ തീറ്റ ആണ്. IB സൈൻ തീറ്റ എന്ന് വരും, IB സൈൻ തീറ്റ. ഓക്കെ, I എത്രയാണ്? കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആംപിയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3 × 10⁻⁵ ടെസ്ലയാണ്. സൈൻ തീറ്റ സൈൻ 90 ആണ്, അത് എഴുതേണ്ട. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 3 × 10⁻⁵ ടെസ്ലയാണ്. നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോഴ്സ്, സോറി ടെസ്ല അല്ല, ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് നമുക്ക് അവിടെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടുന്നത്. ഓക്കെ, അടിപൊളിയ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി ഇതിനെ നമ്മൾ സൗത്ത് ടു നോർത്ത് വെക്കുവാണ്. അപ്പൊ സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത്, അപ്പൊ A ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. B ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വെക്കുവാണ്? സൗത്ത് ടു നോർത്ത് വെക്കുകയാണ്. സൗത്ത് ടു നോർത്ത് നമ്മളിതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സൗത്ത് നോർത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡും പോകുന്നത് അതേ ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനാണ് പോകുന്നത്, സെയിം ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇൻ ദിസ് കേസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ദെയർഫോർ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. കാരണം സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പൊ സെക്കൻഡ് കേസിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് 0 ആണ്. ഫസ്റ്റ് കേസിൽ 3 × 10⁻⁵ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തായിരുന്നു. ഡിഫൈൻ 1 ആംപിയർ. 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പാരൽ കണ്ടക്ടർ എടുത്തിട്ട് അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കിട്ടി. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 2 × 10⁻⁷ ആയിരുന്നു തോന്നുന്നു. 2 × 10⁻⁷ ആണ് അവിടെ ഫോഴ്സ് നമുക്ക് കിട്ടിയത്. ആ 2 × 10⁻⁷ എന്ന് പറഞ്ഞ ഫോഴ്സിനേക്കാൾ വലിയ ഒരു ഫോഴ്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ എക്സ്പെരിമെന്റിന്റെ ഫോഴ്സിനെ നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഏത് ഡയറക്ഷനിൽ വെക്കണം? നമ്മൾ ആ പാരലൽ കണ്ടക്ടറിനെ വെക്കേണ്ടത് ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല? എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് 0 ആയിരിക്കും. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? ആ കണ്ടക്ടറിനെ വെച്ച് വേണം മുമ്പത്തെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രം നമുക്ക് 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയൂ. NCERT ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഒരു പോയിന്റ് ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. റെഡി അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നമുക്ക് അടുത്തോട്ട് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 2022 CBSE ക്വസ്റ്റ്യൻ. 2022 CBSE ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എന്താണ്? ഒരു സ്ക്വയർ കോയിൽ ഉണ്ട്, അതിന്റെ സൈഡ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ് സൈഡ്. അതിൽ 20 ടേൺസ് ഉണ്ട്. അതിലൂടെ പോകുന്ന കറണ്ട് 12 ആംപിയർ ആണ്. ഈ കോയിലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദി കോയിൽ മേക്കിംഗ് ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, അത് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 0.8 ആണ്. ടോർക്ക് കണ്ടുപിടിക്കുക. മക്കളെ ടോർക്ക് ഇൻഡിക്കേഷൻ എന്താണ്? വളരെ സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ടോർക്ക് ഇൻഡിക്കേഷൻ NIAB സൈൻ തീറ്റ ആണ് അല്ലെ? ടോർക്ക് ഇൻഡിക്കേഷൻ എന്താണ്? ടോർക്ക് ഇൻഡിക്കേഷൻ ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ ആണ്. എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്കി, എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ടേൺസ് 20. കറണ്ട് എത്രയാണ് മക്കളെ? കറണ്ട് എത്രയാണ്? കറണ്ട് 10 ആണ്. കറണ്ട് എത്രയാണ്? കറണ്ട് 10 ആണ് അല്ലേ? സോറി, കറണ്ട് 12 ആംപിയർ ആണ്. കറണ്ട് 12 ആംപിയർ കറണ്ട്. ഏരിയ സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം A² ആണ് ഏരിയ. അപ്പോൾ 10 × 10⁻⁻² മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന്റെ സ്ക്വയർ എടുക്കണം കേട്ടോ. അപ്പൊ 10⁻⁻1² 10⁻² എന്ന് വരും. 10⁻². അപ്പൊ ഏരിയ എന്താ മക്കളെ? ഏരിയ 10⁻² അല്ലെങ്കിൽ എന്തായിരിക്കും? 0.01 എന്ന് വരും. ഏരിയ 1 എന്ന് വരും. ഇനി ആംഗിൾ 30 ഡിഗ്രി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഐ തിങ്ക് സോ 0.8 ആണ്. അതേപോലെ തന്നെ ആംഗിൾ 30 ഡിഗ്രി ആണ്. സൈൻ 30. സൈൻ 30യുടെ വാല്യൂ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്ന ഐ തിങ്ക് 0.96 ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. റെഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2022 CBSE ഒരു ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ആണ്. വെൻ റേഡിയസ് ഓഫ് എ സർക്കുലർ വയർ ക്യാരിയിങ് കറണ്ട് ഈസ് ഡബിൾഡ്. ഒരു സർക്കുലർ വയറിന്റെ റേഡിയസ് ഡബിൾ ആക്കി ദ മാഗ്നറ്റിക് മൊമെന്റ് ബിക്കം 4 ടൈംസ്. മാഗ്നറ്റിക് മൊമെന്റ് 4 ടൈംസ് ആവും. നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ M = NIA ആണ്. ഓക്കെ, ഏരിയ എന്ന് വെച്ചാൽ πr² ആണ്. അപ്പൊ NI × πr² ആണ് ഏരിയ.
ഓക്കെ, റേഡിയസ് R ആണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? I ആണ്. ഓക്കെ, റേഡിയസ് ഡബിൾ ആക്കിയാൽ നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് ഈസ് പ്രപ്പോർഷണൽ ടു റേഡിയസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ റേഡിയസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ M ഡാഷ് ഇസ് പ്രപ്പോർഷണൽ ടു 4r² എന്ന് വരും. അപ്പൊ M/m ഡാഷ് എന്ന് പറയുന്നത് 1/4 എന്ന് വരും. M ഡാഷ് ഇസ് ഈക്വൽ ടു 4m എന്ന് വരും. 4 ടൈംസ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അസേർഷൻ റെഡിയാണ്, ശരിയാണ്. റീസൺ നോക്കാം. റീസൺ പറയുന്നത് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ കറന്റ് ക്യാരിങ് ലൂപ്പ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി ലൂപ്പ്. കറക്റ്റ് ആണ്. മാഗ്നറ്റിക് മൊമെന്റ് ഏരിയയ്ക്ക് പ്രപ്പോർഷണൽ ആണ്. അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അസേർഷനും അതേപോലെ തന്നെ റീസണും ശരിയാണ്. അപ്പോൾ നമുക്ക് പറയാം അസേർഷൻ ശരി, റീസൺ ശരി. റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. എങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ആൻ അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു ബി പ്ലേസ് ഇൻ എ വോൾട്ട്മീറ്റർ മസ്റ്റ് ബി. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അമ്മീറ്റർ ഈസ് ടു ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എ വോൾട്ട്മീറ്റർ, ദെൻ വി മസ്റ്റ് കണക്ട് വിത്ത് അമ്മീറ്റർ എ. അതായത് ഒരു അമ്മീറ്ററിനെ വോൾട്ട്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്ററായി കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു അമ്മീറ്ററിനെ വോൾട്ട്മീറ്ററായി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, വോൾട്ട്മീറ്ററാക്കിയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസിനെ എങ്ങനെ കണക്ട് ചെയ്യണം മക്കളെ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം അല്ലേ. ഹൈ റെസിസ്റ്റൻസിനെ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും? അമ്മീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കാം, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 2020 CBSE ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു അമ്മീറ്റർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് 0.8 ഓം ആണ്. അതിന് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്ന കറണ്ട് 1 ആംപിയർ കറണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതേപോലെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു കൺവേർട്ട് ദിസ് അമ്മീറ്റർ ടു മെഷർ എ കറണ്ട് ഓഫ് 5 ആംപിയർ. അപ്പം നമ്മൾ ഈ അമ്മീറ്ററിനെ 5 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സിമ്പിളി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ അമ്മീറ്റർ ഉണ്ട്. ആ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം 0.8 ആണ്. അതിനകത്തൂടെ പോകുന്ന കറണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 1 ആംപിയർ കറണ്ടാണ്. ആ അമ്മീറ്ററിനകത്തൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ കറണ്ടാണ് പോകുന്നത്. ഇതിനെ നമ്മൾ അഗെയിൻ കൺവേർട്ട് ചെയ്യണം, 5 ആംപിയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം ഇതിനെ നേരെ കൊണ്ട് 5 ആംപിയറിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 ആംപിയർ പോകുന്ന സർക്യൂട്ടിൽ നമ്മൾ ഇതിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ അമ്മീറ്ററിനെ കൊണ്ട് വെച്ച് എന്ത് സംഭവിക്കും? ഇതിൽ മാക്സിമം 1 ആംപിയർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 5 ആംപിയർ ഇതിനകത്തൂടെ കടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഡാമേജ് ആകും, അടിച്ചു പോകും. അപ്പോൾ ഇതിനെ നമുക്ക് ഈ അമ്മീറ്ററിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ ഈ അമ്മീറ്ററിനകത്തൂടെ മാക്സിമം പോകാൻ പറ്റുന്ന കറണ്ട് 1 ആംപിയർ, ഇതിന് അപ്പുറം കറണ്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 5 ആംപിയർ ആണ് ഇതിലേക്കൂടെ വരുന്നതെങ്കിൽ 5 ആംപിയർ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബൈപ്പാസ് ചെയ്യണം. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ബൈപ്പാസ് ചെയ്യണം. അതിന് പരിപാടി എന്താണ്? ഒരു ലോ റെസിസ്റ്ററിനെ ഷണ്ട് റെസിസ്റ്ററിനെ താഴെ കണക്ട് ചെയ്യുക, ബൈപ്പാസ് ചെയ്തു. റെഡിയല്ലേ? ഇതാണ് എസ് എന്ന് പറയുന്നത്, ഷണ്ട് റെസിസ്റ്റൻസ്. എസിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ എസിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിലൂടെ 1 ആംപിയർ ആയിരിക്കും പോകുന്നത് അല്ലേ. അപ്പം ഇങ്ങോട്ട് വരുന്ന കറണ്ട് എത്ര ആയിരിക്കും? ഇതിലൂടെ നമുക്ക് 1 ആംപിയർ മാക്സിമം ഡിഫ്ലക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ 1 ആംപിയർ പോകണം അല്ലേ. ബാക്കിയുള്ള കറണ്ട് എത്രയാണ്? 4 ആംപിയർ ഇതിലൂടെ വരും. 4 ആംപിയർ ഇതിലൂടെ വരും. കണ്ടുപിടി. എസിന്റെ വാല്യൂ വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടും എന്ത് കണക്ഷനിലാണ്? പാരലൽ കണക്ഷനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോൾട്ടേജ് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് അമ്മീറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് നോക്കാം. ഇതിനക്രോസുള്ള വോൾട്ടേജ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 0.8 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എസ് എന്ന് പറയാം. ദെൻ എസ് ഈസ് ഈക്വൽ ടു 0.8 ഡിവൈഡ് ബൈ 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.2 ഓം. അപ്പോൾ 0.2 ഓം ഉള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തായി കൺവേർട്ട് ചെയ്യാൻ പറ്റും? അതിന് നമുക്കൊരു 5 ആംപിയർ മെഷർ ചെയ്യുന്ന ഒരു വോൾട്ട്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്, അമ്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ലോജിക്കലി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. 2020 CBSE ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഇവിടെ കിടപ്പുണ്ട്. ആൻസർ തെറ്റാണ് കേട്ടോ, അതല്ല. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 50 ഓമുള്ള ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ആ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് 50 ഓം ആണ്. 50 ഓം ആണ് ആ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു 2 വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ട്മീറ്റർ ആക്കി. നമുക്കറിയാം വോൾട്ട്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ടും കണക്ട് ചെയ്യണം. ഹൈ റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇത് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് 2 വോൾട്ട് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ഈ ഗാൽവനോമീറ്ററിനകത്തൂടെ പോകുന്ന കറണ്ട് IG ആണ്. ഓക്കെ അല്ലേടാ? ഇനി യൂസിങ് എ റെസിസ്റ്റർ ഓഫ് 1 കിലോ ഓം. ഓക്കെ, അവിടെ നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ റെസിസ്റ്റൻസ് 1 കിലോ ഓം റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായും ശക്തമായും തന്നിട്ടുണ്ട്.
ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇഫ് ഇറ്റ് ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എ വോൾട്ടിമീറ്റർ ഓഫ് റേഞ്ച് 10 വോൾട്ട്, നമ്മൾ ഇതേ സാധനത്തിനെ അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ബി കൺവേർട്ട് ഇൻ ടു എ വോൾട്ടിമീറ്റർ ഓഫ് റേഞ്ച്, നമ്മൾ ഈ ഗാൽവനോമീറ്ററിനെ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്, ഒരു 10 വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടിമീറ്റർ ആക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കൺവേർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസ് എന്തായിരിക്കണം, അതായത് ഇതേ ഗാൽവനോമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ആദ്യം നമ്മൾ 2 വോൾട്ട് അല്ലേ മെഷർ, ഇപ്പം നമുക്ക് മെഷർ ചെയ്യേണ്ട 10 വോൾട്ടാണ്. 10 വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടിമീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്തായിരിക്കുമെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 കേസിലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആക്കിക്കോട്ടെ, ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആക്കിക്കോട്ടെ, ആ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് അത് മാറാൻ പാടില്ല, അത് മാക്സിമം കറണ്ട് അത് തന്നെയായിരിക്കണം. അപ്പം IG എന്ന് പറഞ്ഞ കറണ്ടാണ് ഈ ഗാൽവനോമീറ്ററിലൂടെ പോകുന്നതെങ്കിൽ ഈ കേസിലും കറണ്ട് എന്ത് തന്നെയായിരിക്കണം, IG തന്നെയായിരിക്കണം, കറണ്ട് മാറാൻ പാടില്ല. അതായത് ഇവിടെ നമ്മൾ 2 വോൾട്ട് കൊടുക്കുമ്പോൾ മാക്സിമം കറണ്ടായ IG ഇതിലൂടെ ഫ്ലോ ചെയ്യണം. 2 വോൾട്ടിനേക്കാൾ കൂടുതൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വെച്ച്. ഇവിടെ നമ്മൾ 10 വോൾട്ട് കൊടുക്കുമ്പോൾ മാക്സിമം കറണ്ടായ IG പോകണം, എങ്കിൽ മാത്രമേ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കത്തുള്ളൂ. ഇവിടെ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഈ IG കറണ്ടിനാണെങ്കിൽ ഈ IG കറണ്ടിനാണ് ഇവിടെയും ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കേണ്ടത്. കാരണം നമ്മൾ ഗാൽവനോമീറ്ററിനെ മാറ്റുന്നില്ല, ആ കറണ്ടിനെ നമ്മളൊന്ന് എന്ത് ചെയ്യുകയാണ്, ഒന്ന് വോൾട്ടേജിനനുസരിച്ച് മാറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 10 വോൾട്ട് ഇവിടെ കൊടുത്താൽ ഇതേ സെയിം ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, സെയിം കറണ്ട് തന്നെ ഫ്ലോ ചെയ്തെങ്കിൽ മാത്രമേ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കത്തുള്ളൂ. ആ ലോജിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് മാറത്തില്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരിക്കലും മാറില്ല. അത് വെച്ചാൽ നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ IG കണ്ടുപിടിക്കുന്നു, ഇവിടെ IG കണ്ടുപിടിക്കുന്നു, 2 IG സെയിം ആയിരിക്കണം. ഓക്കെ അല്ലേ? നമുക്കറിയാം കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ എന്താണ് മക്കളെ, വോൾട്ടേജ് 2 വോൾട്ട് ആണ്, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പം നമുക്ക് പറയാം 2 ഡിവൈഡഡ് ബൈ 50 പ്ലസ് എത്രയാണ്, 50 പ്ലസ് എത്രയാണ്, ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് ആണ്, 1 കിലോ ഓം ആണ്. 1 കിലോ ഓം എന്ന് വെച്ചാൽ 1000 ആണ് അല്ലേ, 1000. ഇതാണ് ഇവിടുത്തെ IG. സംശയമുണ്ടോ? ഇല്ല. ഇനി ഈ ഒരു സർക്യൂട്ടിനകത്ത് IG കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം മെത്തേഡ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്, 10 വോൾട്ട് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് 10 വോൾട്ട് ആണ്, ഡിവൈഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്കതിന് എന്ത് വിളിക്കാം, 50 പ്ലസ് R. ഈ ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, നൈസായിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 × 50 പ്ലസ് R is equal to 10 × 50 പ്ലസ് അത് നമുക്ക് എത്ര എഴുതാം, 1050 എന്ന് എഴുതാം. റെഡി അല്ലേ മക്കളെ? 1050 നമുക്ക് എഴുതാൻ സാധിക്കും. ഇതൊന്നുമില്ല, ഇവിടെ നമുക്ക് 100 കിട്ടും. 100 പ്ലസ് 2R is equal to 1500 എന്ന് എഴുതാം. then 2R is equal to 1400. then R is equal to 1400/2. ഈ 2 5 2 0 0 5200. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് 5200. അതിനെ കിലോ ഓം ആക്കാൻ വേണ്ടി 3 സാധനമായിട്ട് കുത്തിടുക. 5.2 കിലോ ഓം. 5.2 കിലോ ഓം ആൻസറിലുണ്ടെങ്കിൽ അതാണ് ആൻസർ. യെസ്, 5.2 കിലോ ഓം. അടിപൊളിയായിട്ട് നമ്മൾക്ക് അതിൻ്റെ ആൻസർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അവസാനിപ്പിക്കാം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കണം മക്കളെ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ആപ്പിനകത്ത് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളും ഇന്നലെ പബ്ലിക് ലൈവിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യനും അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഈ ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ സെറ്റായി. ഇനി നമ്മൾ ലൈവുകളിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും ടോപ്പിക്കും കോൺസെപ്റ്റും ക്ലിയർ ആയി കഴിഞ്ഞാൽ സെറ്റാണ്. നിങ്ങൾ ഈ ചാപ്റ്റർ പുലികളാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ സർക്യൂട്ട്, ഈ സർക്യൂട്ടിനകത്ത് ദ കറണ്ട് ടു ബി മെഷേർഡ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് ദ അമ്മീറ്റർ ഷോൺ. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള എന്താ കണ്ടുപിടിക്കേണ്ടത്, കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട്, ഈ താഴെ തന്നിരിക്കുന്ന സർക്യൂട്ടിനകത്തുള്ള കറണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അമ്മീറ്റർ ഷോൺ ഈസ് ഗാൽവനോമീറ്റർ വിത്ത് റെസിസ്റ്റൻസ് RG ഈസ് ഈക്വൽ ടു എത്രയാണ്, 60 ഓം. അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ഓം ആണെങ്കിൽ എന്താണ്, 60 ഓം ആണെങ്കിൽ എന്താണ് അവിടുത്തെ കറണ്ട് എന്തായിരിക്കും. സിംപിളി നമുക്കറിയാം
ഇവിടെ ഇപ്പോൾ 60 ഓമായിട്ട് സങ്കല്പിക്കുക. ഇവിടുത്തെ ഗാൽബനോമീറ്റർ 60 ഓമാണ് സങ്കല്പിക്കുക എങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ കേസ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നു. ഫസ്റ്റ് കേസിലെ കറണ്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഇൻ ദ സർക്യൂട്ട് ദ കറണ്ട് ഈസ് ടു ബി മെഷേർഡ്. കറണ്ട് മെഷർ ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് ഇഫ് ദ അമ്മീറ്റർ ഷോൺ. ഓക്കെ, ഇതിനകത്തുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇസ് എ ഗാൽവനോമീറ്റർ വിത്ത് റെസിസ്റ്റൻസ് 60 ഓം. ബി ക്വസ്റ്റ്യൻ ഇസ് എ ഗാൽവനോമീറ്റർ ഡിസ്ക്രൈബ്ഡ് ഇൻ എ ബട്ട് കൺവേർട്ടഡ് ടു എ അമ്മീറ്റർ ബൈ എ ഷണ്ട് റെസിസ്റ്റൻസ് 0.2 ഓം. ആദ്യം നമ്മളൊരു ഗാൽവനോമീറ്റർ ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനെ നമ്മളൊരു അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു ഷണ്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോഴുള്ള കറണ്ട് എന്താണ്? മൂന്നാമത്തെ കേസ് ഐഡിയൽ അമ്മീറ്റർ വിത്ത് 0 റെസിസ്റ്റൻസ്. ഇത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എല്ലാം കണ്ടുപിടിക്കാം, വളരെ സിമ്പിളായി കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ഈ സർക്യൂട്ട് കണ്ടെങ്കിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട. ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ഗാൽവനോമീറ്റർ ആണ്, അതിന്റെ റെസിസ്റ്റൻസ് 60 ഓം തന്നിട്ടുണ്ട്. അപ്പോഴുള്ള കറണ്ട് കണ്ടുപിടിക്കുക, അതിനകത്തുള്ള പാസ് കണ്ടുപിടിക്കുക. ഇനി സെക്കൻഡ് വണ്, നമ്മൾ ഇതിനെ ഒരു അമ്മീറ്ററായി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഫിഗർ ആണ് ആക്ച്വലി ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോഴുള്ള കറണ്ട് കണ്ടുപിടിക്കുക. പിന്നെ ഒരു ഐഡിയൽ അമ്മീറ്റർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് കാണത്തില്ല, അമ്മീറ്റർ റെസിസ്റ്റൻസ് കാണത്തില്ല. നെറ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? നെറ്റ് റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അതിനാണ് ഐഡിയൽ അമ്മീറ്റർ എന്ന് പറഞ്ഞത്. ഐഡിയൽ അമ്മീറ്റർ ആകുമ്പോഴുള്ള കറണ്ട് കണ്ടുപിടിക്കുക. ഈ 3 കറണ്ട് ഡിഫറൻസും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോജിക്ക് കിട്ടും അവിടെ നിന്നും. അത് ആ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഓരോ കണ്ടീഷൻ നോക്കാം. ആദ്യം നമ്മുടെ ഒരു ഗാൽവനോമീറ്റർ മാത്രമേ ഉള്ളൂ, അതിന്റെ റെസിസ്റ്റൻസ് 60 ഓം ആണ്. അപ്പോഴുള്ള കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നാമത്തെ കേസിലെ കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്, I = V/R ആണ്. V/R ആണ്. വോൾട്ടേജ് നമുക്കറിയാം 3 വോൾട്ട് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് പറയുമ്പോഴത്തേക്കും 3 ഓമും പിന്നെ നമ്മുടെ 60 ഓം അല്ലേ. അപ്പോൾ 63 ഓം എന്ന് കിട്ടും. 63 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് I think so 0.048 ആംപിയർ കേട്ടോ. 0.048 ആംപിയർ. ഇത്രയും കറണ്ടാണ് ഇപ്പോൾ സർക്യൂട്ട് അകത്തോടെ ഫ്ലോ ചെയ്യുന്നത്. ഗാൽവനോമീറ്റർ ആണ് വെക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ കറണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയായി. ഗാൽവനോമീറ്റർ ആണ് വെക്കുന്നതെങ്കിൽ ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് 3 വോൾട്ട് ആണ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് 3 ഓം ആണ്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 60 ഓം ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിലാണ് നമ്മുടെ ആ ഫിഗർ വരുന്നത്. നമ്മുടെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതേ ഗാൽവനോമീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഒരു ഷണ്ട് റെസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു അമ്മീറ്റർ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? എന്താ റെസിസ്റ്റൻസ് എത്ര തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 0.02 ആണ്. 0.02 എന്ന് പറയുന്ന റെസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. ഇപ്പോഴുള്ള കറണ്ട്, ഈ സർക്യൂട്ടിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കുക. യെസ്, ഇവിടെ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് രണ്ടും പാരലാണ്. ആദ്യം നമ്മൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മറ്റോട്ട് കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റെസിസ്റ്ററിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുവാണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. X = നമുക്കറിയാം R1 R2 /R1 + R2. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ ഞാൻ പറഞ്ഞുതരാം. അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.02 ആണ് അല്ലേ. 0.02 എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ സർക്യൂട്ടിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രടാ? 3 ഓം ആണ് അല്ലേ. 3 ഓം ആണ്. അപ്പോൾ 3 + 0.02 = 3.02 ഓം എന്ന് കിട്ടി. ഇതാണ് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് I = V/R ആണ്. വോൾട്ടേജ് 3 വോൾട്ട് തന്നെയാണ്, മാറ്റമൊന്നുമില്ല, 3 വോൾട്ട് തന്നെയാണ്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 0.02. 3.02. ഇതിന്റെ ആൻസർ അപ്രോക്സിമേറ്റ്ലി 0.99 ആംപിയർ എന്ന് കിട്ടും. 0.99 ആംപിയർ, 1 ആംപിയറിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. കാരണം 0.02 അല്ലേടാ. ഇനി നമുക്ക് സി നോക്കാം അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഐഡിയൽ അമ്മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഐഡിയൽ അമ്മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ ശ്രദ്ധിക്കുക മക്കളെ, ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഇവിടുത്തെ റെസിസ്റ്റൻസ് 3 ഓം ആയിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ് 3 വോൾട്ട്.
അപ്പോൾ I is equal to V/R. വോൾട്ടേജ് 3, റെസിസ്റ്റൻസ് 3, 1 ആംപിയർ. അപ്പോൾ ആക്ച്വലി ഈ സർക്യൂട്ടിനകത്തൂടെ ഫ്ലോ ചെയ്യേണ്ട കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പോൾ അമ്മീറ്റർ ഒന്നും കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഈ സർക്യൂട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മളൊരു ഗാൽവനോമീറ്റർ ആണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ കറണ്ട് നന്നായിട്ട് കുറയും. കറണ്ട് 0.048 ആംപിയർ ആയിട്ട് മാറും. കറണ്ട് നന്നായിട്ടും കുറയും. കണ്ടോ, കറണ്ട് കുറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ടോട്ടൽ കറണ്ട് ഇപ്പോൾ എത്ര കിട്ടിയത്? 0.048 ആംപിയർ കിട്ടിയത്. പക്ഷെ നമ്മളൊരു അമ്മീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിന് പകരം നമ്മളൊരു അമ്മീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സർക്യൂട്ടിനകത്തെ കറണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് അമ്മീറ്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, അമ്മീറ്റർ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിന്റെ കറണ്ടിനെ അത് വലിയ രീതിയിലൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് അമ്മീറ്ററിനെ സിമ്പിളായിട്ട് ഒരു സർക്യൂട്ടിൽ കൊണ്ട് കണക്ട് ചെയ്യാം. അത് സർക്യൂട്ടിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. അത് ചെറിയ റെസിസ്റ്റൻസ് തന്നെ ഉണ്ടല്ലോ, ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. എന്നാലും ഒരു വോൾട്ട്മീറ്റർ നമ്മൾ സീരീസ് ആയിട്ട് ഒരു കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട്മീറ്ററിനെ സീരീസ് ആയിട്ട് കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ കറണ്ട് കുറയും. ഗാൽവനോമീറ്ററിനെയും കൊണ്ട് കണക്ട് ചെയ്താലും വലിയ രീതിയിൽ കറണ്ട് കുറയും. പക്ഷെ നമ്മളൊരു അമ്മീറ്ററിനെയാണ് അവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വലിയ രീതിയിൽ കറണ്ട് ഡ്രോപ്പ് ഒന്നും ഉണ്ടാകില്ല. 1 ആംപിയർ ആണ് അതിലൂടെ ഫ്ലോ ചെയ്യേണ്ട കറണ്ട്. നമുക്ക് കിട്ടിയത് 0.99 ആംപിയർ ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് NCERT ടെക്സ്റ്റ് ബുക്ക് ആ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഓരോ എക്സാമ്പിൾ ക്വസ്റ്റ്യനും ഇതേപോലെ ഓരോ ഐഡിയ നമുക്ക് പറയേണ്ടതുണ്ട്, അല്ലേ? നമ്മളിലോട്ട് എത്തിക്കാൻ NCERT ടെക്സ്റ്റ് ബുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുമ്പത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്, ഒരു ഹൊറിസോണ്ടൽ വയറിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് മൂലം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 3 × 10⁻⁵ എന്ന് കിട്ടിയത്. പക്ഷെ നമ്മൾ പാരലൽ കണ്ടക്ടറിനകത്ത് ആക്ട് ചെയ്യുന്ന 1 ആംപിയർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി 2 പാരലൽ കണ്ടക്ടറിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ച് നമുക്ക് 2 × 10⁻⁷ കിട്ടി. അതായത് 2 × 10⁻⁷ അതിനേക്കാൾ വലുതാണ് 3 × 10⁻⁵ എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു എക്സ്പീരിയൻസിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കണ്ടക്ടറിനെ എന്ത് ചെയ്യുക, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വെക്കാൻ അവിടെ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ എക്സാമ്പിളിനും ഓരോരോ കഥകൾ നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. ലോജിക്കലി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചിന്തിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ മക്കളെ മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ക്ലാസ് റൂൾ CBSE നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരോട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം. നാളെ നമ്മുടെ ലൈവ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അവിടെ നമുക്ക് ഇതേപോലെ അടിപൊളി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.